ഡോക്ടർ ഗിവറിസ് മാർക്കൂർലോസ് 3 ദിവസം ഡിജിറ്റൽ കസ്റ്റഡിയിൽ. ഇന്ത്യയിൽ ആകെ 2 കസ്റ്റഡിയേ ഉള്ളൂ. ഒന്ന് പോലീസ് കസ്റ്റഡി, അല്ലെങ്കിൽ ജുഡീഷ്യൽ കസ്റ്റഡി. ഈ 2 കസ്റ്റഡി മാത്രമേ ഇന്ത്യയിൽ നിലവിലുള്ളൂ. ഡിജിറ്റൽ കസ്റ്റഡി എന്നൊരു പ്രയോഗം ഇവിടെ ഓൺലൈൻ തട്ടിപ്പുകാർ ഉപയോഗപ്പെടുത്തുന്നതായിട്ടാണ് ഇപ്പം മനസ്സിലാകുന്നത്. മല്ലപ്പള്ളിക്കടുത്ത് യാക്കോബ സഭ നിരണം ഭദ്രാസനം മുൻ അധ്യക്ഷൻ ഡോക്ടർ ഗീവറീസ് കൂർലോസ് തിരുമേനിക്കാണ് തൻ്റെ 15 ലക്ഷം രൂപ ഡിജിറ്റൽ കസ്റ്റഡിയിൽ പെടുത്തി നഷ്ടപ്പെടുത്തിയത്. ബോംബെ ആസ്ഥാനമായ ഒരു നരേഷ് ഗോയൽ എന്ന് പറഞ്ഞ ആളുമായി ബന്ധപ്പെട്ടാണ് CBI എന്ന് പറഞ്ഞ് ഡോക്ടർ ഗിവറീസ് മാർക്കൂർലോസിനെ വാട്സാപ്പിൽ കൂടി ബന്ധപ്പെടുന്നത്. CBI ബോംബെയിൽ നിന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ പേരിൽ 2 അക്കൗണ്ട് ബോംബെ ബാങ്കിലുണ്ട്. അതിലെ നരേഷ് ഗോയൽ എന്ന ഒരു ബോംബെക്കാരനുമായി നിങ്ങൾ കള്ളപ്പണ ഇടപാടുകൾ നടത്തി എന്നാണ് ആരോപിച്ചിരിക്കുന്നത്. CBI ആണ് വിളിച്ചിരിക്കുന്നത്. വാട്സാപ്പിലാണ്. ഓൺലൈനിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഓൺലൈനിൽ പങ്കെടുത്തു. 3 ദിവസം ആ ഓൺലൈൻ ആ ഫോട്ടോയുടെ മുമ്പിൽ കൂർലോസ് തിരുമേനി നിന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ഭയപ്പെട്ടു പോയി. അദ്ദേഹം ശുദ്ധഹൃദയക്കാരനാണ്. നേരത്തെ നമ്മൾ 1-2 വിവാദ പ്രസ്താവനയൊക്കെ നമ്മൾ കണ്ടിരുന്നു. കാരണം അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിശ്വസ്തനാണ്, ആ വിശ്വാസക്കാരനാണ് എന്നൊക്കെ നേരത്തെയൊക്കെ വന്നിരുന്നു. പക്ഷേ ഇദ്ദേഹം അങ്ങനെ ഒരു പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഇതുപോലെയുള്ള മണ്ടത്തരത്തിലൊന്ന് സാധാരണഗതി ചാടാനുള്ള സാധ്യത കുറവാണ്. വളരെ ശുദ്ധഹൃദയനാണ്. ആര് പറഞ്ഞാലും അതൊക്കെ വിശ്വസിക്കും ഈ പാവം ഈ തിരുമേനി. യാക്കോബ സഭയുടെ നിരണം ഭദ്രാസനത്തിലെ മുൻ മേധാവി ആയിരുന്നു ഇദ്ദേഹം. എപ്പോഴും ഒരു ആ നിരണം ഭദ്രാധിപൻ്റെ വേഷത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ തിരുമേനിമാർ സാധാരണ ധരിക്കുന്ന ചുവന്ന വസ്ത്രത്തിൽ തന്നെയാണ് അദ്ദേഹത്തിനെ എപ്പോഴും നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന് 3 ദിവസം CBI പറഞ്ഞു, ഡിജിറ്റൽ കസ്റ്റഡിയിലാണ് താങ്കൾ, ഇനി എങ്ങോട്ട് ചലിക്കാൻ പാടില്ല, അവിടെ തന്നെ ഉണ്ടാവണം, നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ്. ഓൺലൈനിൽ എപ്പോഴും ഇങ്ങനെ പിന്തുടരുന്നതായിട്ടും കണ്ടു. അദ്ദേഹം ഭയപ്പെട്ടു പോയി. മറ്റൊരാളുമായിട്ട് അദ്ദേഹം ഇത് ചർച്ച ചെയ്തില്ല, അവരോട് സംസാരിച്ചില്ല. പക്ഷേ ഈ പാവം അത് വിശ്വസിച്ചു. അതിനുശേഷം അവർ പറഞ്ഞു, നിങ്ങൾ ഒരു 3-ാം ദിവസം നിങ്ങളോട് ജഡ്ജിയുടെ മുമ്പിൽ ഡിജിറ്റലായിട്ട് നിങ്ങളെ ഹാജരാക്കും. ഇപ്പോൾ സുപ്രീം കോടതിയിൽ, ഹൈക്കോടതികളിലൊക്കെ നമുക്ക് ഡിജിറ്റലായിട്ട് ഓൺലൈനിലൊക്കെ പ്രവേശിക്കുന്നത് ഇന്ത്യയിൽ സർവ ഹൈക്കോടതികളിലും വ്യാപകമായി, കോടതി ജൂനിയർ താഴെക്കടയിലുള്ള കോടതികളിലെല്ലാം ഇത് വ്യാപകമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹം വിശ്വസിക്കും. പക്ഷേ ഡിജിറ്റൽ കസ്റ്റഡി എന്നൊരു കസ്റ്റഡി ഉണ്ടെന്ന് അദ്ദേഹം വിശ്വസിച്ചു പോയി. പ്രത്യേകിച്ച് CBI ആണ് വിളിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ എത്ര പണമുണ്ട് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയവർ നേരത്തെ അദ്ദേഹത്തെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ടാവണം. 3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. 3-ലും കൂടെ 15 ലക്ഷം രൂപയുണ്ട്. 15,1086 രൂപ മാറ്റാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഓൺലൈനിൽ ഒരു ജഡ്ജി വരുന്നത് കണ്ടു. മറ്റുള്ളവരൊക്കെ എഴുന്നേറ്റ് നിൽക്കുന്നു. ഏതായാലും ഈ കൂർലോസ് തിരുമേനിയും എഴുന്നേറ്റ് നിന്നു. ജഡ്ജിയല്ലേ വരുന്നത്. എഴുന്നേറ്റ് നിന്ന് കൈ കൊണ്ട് തൊഴുതു. അതിനുശേഷം ജഡ്ജിയുടെ വിസ്താരം നടന്നു. ഇദ്ദേഹത്തിനെ വിസ്തരിച്ചു. CBI മോഡലിൽ തന്നെ ഇദ്ദേഹത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നു. ജഡ്ജി ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരുന്നു. ഏതായാലും ഇദ്ദേഹത്തിൻ്റെ അപേക്ഷ മാനിച്ചായിരിക്കണം, തടവില്ല, ഡിജിറ്റൽ കസ്റ്റഡിയിലുള്ള ആളെ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. 15 ലക്ഷം രൂപ. അദ്ദേഹം 15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ 3 ബാങ്ക് അക്കൗണ്ടിൽ നിന്നും അവർക്ക് അയച്ചു കൊടുത്തു. അതിൽ നിന്ന് ഒഴിവാകുമല്ലോ, CBI കേസിൽ നിന്ന് ഒഴിവാകും. അദ്ദേഹത്തിൻ്റെ പേരിൽ ആരെങ്കിലും കളവായിട്ട് ബോംബെയിലെ 2 ബാങ്ക് അക്കൗണ്ടിൽ പണം കള്ള അക്കൗണ്ട് തുടങ്ങി മണി ട്രാൻസാക്ഷൻ നടത്തി എന്നാണ് വിശ്വസിപ്പിച്ചത് CBI. അദ്ദേഹം വിശ്വസിക്കുകയും ചെയ്തു. CBI മോഡലിലുള്ള ചോദ്യം ചെയ്യലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചോദ്യം ചെയ്യലൊക്കെ അദ്ദേഹം കണ്ടു. അതിനകത്തൊരു കള്ളത്തരം ഉണ്ടെന്ന് അദ്ദേഹം കരുതിയില്ല. അത്ര നന്നായിട്ട് അവർ അഭിനയിച്ചിരിക്കുന്നു. ഏതായാലും ഈ അദ്ദേഹത്തിൻ്റെ 3 അക്കൗണ്ടിൽ നിന്ന് പണം പോയി കഴിഞ്ഞപ്പോൾ ഒരു 1.5 ലക്ഷം രൂപയും കൂടെ അടയ്ക്കണം. ആ ഫൈൻ്റെ ഇൻട്രസ്റ്റും മറ്റേത് മറിച്ചതെല്ലാം കൂടെ ചേർത്ത്
ഇദ്ദേഹം പൈസ ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആരോട് ബന്ധപ്പെട്ടു 1,50,000 രൂപ വാങ്ങിച്ചു, അതുകൂടെ അയച്ചു കൊടുത്തു. ഏതായാലും ഡിജിറ്റൽ കസ്റ്റഡി എന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിലാക്കണം, അങ്ങനൊരു കസ്റ്റഡി ഇല്ല. 2 കസ്റ്റഡി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പോലീസ് കസ്റ്റഡിയുണ്ട്, അത് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ 24 മണിക്കൂർ കസ്റ്റഡി വെക്കാം ഒരാളെ, അതിനുശേഷം കോടതി ഹാജരാക്കണം. പിന്നെ കോടതി കൊടുത്തിട്ട് പോലീസും 4-5 ദിവസം വേണമെങ്കിൽ പോലീസിന് കോടതിയിൽ അപേക്ഷ കൊടുത്താൽ കേസിൻ്റെ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് 4-5 ദിവസം കസ്റ്റഡിയിലെടുക്കാം. അത് കോടതിയാണ് തീരുമാനം എത്ര ദിവസം കസ്റ്റഡി വേണമെന്ന്. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കി കഴിഞ്ഞാൽ കോടതി ആളെ റിമാൻഡ് ചെയ്യും, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകും. ജുഡീഷ്യൽ കസ്റ്റഡി കിടക്കുമ്പോൾ ആൾക്ക് ജാമ്യത്തിന് നിയമപരമായി വക്കീലിനെ വെച്ച് അപേക്ഷിച്ച് ചിലപ്പോൾ ജാമ്യം കിട്ടും. ഇതാണ് ഇന്ത്യയിലെ നിയമപരമായ കാര്യം. ഒരു ഡിജിറ്റൽ കസ്റ്റഡിയും ഇന്ത്യയിലില്ല. വേൾഡിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നും എനിക്ക് സംശയമാണ്. അങ്ങനെ ഒരു കസ്റ്റഡിയേ ഇല്ല. ഇത് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തി നിങ്ങളുടെ പേരിൽ കേസുണ്ടെന്ന് വരുത്തി CBI ആണെന്ന് പറഞ്ഞു. ചോദ്യം ചെയ്യലും ഒക്കെ നോക്കിയപ്പോൾ ഒരു CBIയുടെ മട്ടും തട്ടും ഒക്കെ ഉണ്ട്. അദ്ദേഹം നിർമ്മല ഹൃദയനായതുകൊണ്ടും യാതൊരു വിളവില്ലാത്തൊരു മനുഷ്യനായതുകൊണ്ടും ആര് പറഞ്ഞാൽ എന്ത് വിശ്വസിക്കുന്നതുകൊണ്ടും ഡോക്ടർ ഗീവറീസ് മാർ കൂർലോസ് അത് വിശ്വസിച്ചു. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഈ അബദ്ധം പറ്റിയത്. എന്തായാലും ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ഇതുപോലെയുള്ള തട്ടിപ്പുകാർ വന്നാൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരെങ്കിലും നിങ്ങളെ വിളിച്ച് ഇതുപോലൊരു തട്ടിപ്പിൻ്റെ ലക്ഷണം, നിങ്ങൾക്ക് ലോണ് തരാം, നിങ്ങൾക്ക് അത് തരാം, നിങ്ങൾക്ക് ഇത് തരാം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇതിലോട്ട് പണം ഇട്ട് കഴിഞ്ഞാൽ അരമണിക്കൂറിനാണ് നിങ്ങൾക്ക് അതിൻ്റെ 10 ഇരട്ടി പൈസ കിട്ടും. ഇങ്ങനെയുള്ളതിലൊക്കെ നമ്മൾ മോഹിച്ച് ഓരോരുത്തർ ചാടും. നിങ്ങൾ അങ്ങനെ ആര് വിളിച്ചാലും അപ്പോൾ തന്നെ അടുത്ത പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ള ആരെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരോട് ബന്ധപ്പെടുക. കഴിവുള്ളിടത്തോളം പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെടും, കൃത്യമായിട്ട് അവിടെ നിന്ന് വരും. അങ്ങനൊരു പ്രസ്ഥാനം തന്നെ ഇന്ത്യയിലില്ല എന്ന് അവർക്കറിയാം. അപ്പോൾ കാരണം എൻ്റെ വേറൊരു സുഹൃത്തിനെ പറ്റി അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, അദ്ദേഹം ഇലക്ട്രിസിറ്റി ബോർഡിലെ പൈസ അടച്ചു, അതിനുശേഷം പറഞ്ഞ ഒരു 300 രൂപ അടയ്ക്കാനുണ്ട്. വിശ്വസിച്ച് പോകും നമ്മൾ. അദ്ദേഹം ഓൺലൈനിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിലോട്ട് പൈസ അടയ്ക്കുക അവർ പറഞ്ഞ നമ്പറിലോട്ട് പൈസ അടച്ചപ്പം ഓൺലൈനിൽ പൈസ അയച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. അദ്ദേഹത്തിന് ഏകദേശം 1 ലക്ഷത്തിൽ ചില്ലുവാനും ബാങ്കിലുണ്ടായിരുന്നുള്ളൂ. ആ പൈസ പോയി. അപ്പോൾ തട്ടിപ്പിൻ്റെ മേഖല വളരെ വിപുലമാണ്. ഇന്ത്യയിൽ നിന്നും വിദേശത്തു നിന്നും ഒക്കെ കോള് വരും. ആ ആൾക്കാരെ ഈ പണം പോയത്, ഈ 15 ലക്ഷം രൂപ പോയത് ഗുജറാത്തിലേക്കും ഡൽഹിയിലേക്കും രാജസ്ഥാനിലേക്കാണ് എന്ന് മനസ്സിലാവും. തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്ര ബിന്ദു ഇന്ത്യയിൽ ഡൽഹി തന്നെയാണ്. കാരണം അവിടെ ഇതുപോലെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. CBI ആണെന്നും മറ്റു രീതിയിലാണെന്നും പല രീതിയിൽ നിങ്ങളുമായിട്ട് ഒരാളുടെ മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ബന്ധപ്പെടുകയും അയാളുടെ ബാങ്ക് അക്കൗണ്ട് കണ്ടെത്തുകയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ആരാണ്, എന്ത് ജോലിക്കാരനാണ്, എത്ര പണം, എങ്ങനെയാണ് നിങ്ങൾക്ക് പണം വരുന്നത്, നിങ്ങളുടെ തൊഴിലെന്താണ്, നിങ്ങളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ പല വിധത്തിലും ചോദിച്ച് മനസ്സിലാക്കി നിങ്ങളതിനകത്ത് പെടുത്തി നിങ്ങളുടെ കയ്യിലുള്ള പണം ഊറ്റും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഡിജിറ്റൽ കസ്റ്റഡി എന്നൊരു കസ്റ്റഡിയില്ല. ആകെ 2 കസ്റ്റഡിയേ ഉള്ളൂ. ഒന്ന് ഒരു പോലീസ് കസ്റ്റഡി, പിന്നെ ഒരു ജുഡീഷ്യൽ കസ്റ്റഡി.